കേരളത്തിൽ ലഹരി വ്യാപനത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് അന്യ സംസ്ഥാനക്കാരാണ്. തൊഴിലിനായി കേരളത്തിലെത്തിയ ബംഗാളികളും ബീഹാറികളും അസാമികളും വ്യാപകമായി കേരളത്തിൽ കഞ്ചാവും മാരക മയക്കുമരുന്നുകളും ട്രെയിൻ മാർഗം എത്തിച്ച് വിതരണം ചെയ്തു. അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ലഹരി ഉപയോഗിക്കുന്നവർ. ആദ്യമൊക്കെ ഇവരുടെ സ്വന്തം ആവശ്യത്തിനെത്തിച്ച ലഹരി പിന്നീട് നാട്ടിലെ തന്നെ ചിലരുടെ സഹായത്തോടെ ബിസിനസ് ആക്കി മാറ്റി. അതിവേഗം പണം കണ്ടെത്താനുള്ള എളുപ്പമാർഗമായപ്പോൾ വലിയ പരിശോധനകളില്ലെന്ന് വ്യക്തമായതോടെ അന്യ സംസ്ഥാനക്കാർ കൂട്ടത്തോടെയും കുടുംബത്തോടെയും ട്രെയിനുകൾ വഴി കേരളത്തിലേക്ക് എത്തി. മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത വിധം സംസ്ഥാന സർക്കാർ എല്ലാവിധ ആനുകൂല്യങ്ങൾ കൂടി നൽകിയപ്പോൾ ഇവർക്ക് കേരളം സ്വർഗമായി. പെരുമ്പാവൂരായിരുന്നു ഭൂമികുലുക്കത്തിന്റെ ഉറവിടമെന്ന പോലെ ലഹരിയുടെ കേന്ദ്രമായി മാറിയത്. ദിവസങ്ങൾ കൊണ്ടായിരുന്നില്ല ഈ വളർച്ച, വർഷങ്ങൾ കൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ലഹരി മാഫിയ ശക്തമായി പിടിമുറുക്കി. കൊച്ചിയും തൃശൂരും കോഴിക്കോടും തുടങ്ങി പിന്നെ അതിന്റെ വമ്പൻ വേരോട്ടമായി. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതോടെ അന്തം വിട്ടു പായുകയാണ് ലഹരി സംഘങ്ങൾ. പോലീസ് ഈ പണി 1 വർഷം മുമ്പെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ ഇത്രയധികം ലഹരി വ്യാപനം സംസ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഇതാ പോലീസിനെ കാണുമ്പോഴേ പരക്കം പായുകയാണ് അന്യ സംസ്ഥാന യുവാക്കൾ. പെരുമ്പാവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. മലയാളം ടെലിവിഷൻ, കൊച്ചി. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089 021 666 7034 191 993.